വാലന്റൈൻസ് ഡേ വീക്കാണ്, പക്ഷെ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് വീക്കാണ്. സിറ്റിയിൽ അതേപോലെ ഒരു ബിഗ് മാച്ചിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാക്ക് പ്ലെയർ നിങ്ങൾക്ക് പറയാൻ പറ്റും. അത്ലറ്റിക്കോ മാഡ്രിഡ് 1-1 റോഡ്രി ഇല്ലാത്തതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് സിറ്റിക്ക് ഇത്രയും ഗതികേട്. ആർക്കും ഒരു ഡൗട്ടും ഇല്ല. ബാർസിലോണക്ക് വേണ്ടത് തന്നെ സംഭവിച്ചു. പ്ലെയർ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഒരിക്കലും ഡിസേർവിംഗ് ആയിട്ടുള്ള പെനാൽറ്റി ആയിരുന്നില്ല. Muchas gracias. Welcome to Xcast. ചാമ്പ്യൻസ് ലീഗ് വീക്കാണ്, വാലന്റൈൻസ് ഡേ വീക്കാണ്, പക്ഷെ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് വീക്കാണ്. നീ കറപ്പെട്ടേക്കണ എന്തിനാ പ്രതിഷേധമായിട്ടാണ്? എനിവേസ്, ക്ലാഷ് ഓഫ് ദ ചാമ്പ്യൻസ്, റെയിനിങ് ചാമ്പ്യൻസ്, പ്രീവിയസ് ചാമ്പ്യൻസ്, സിറ്റി റയൽ, ദ മെയിൻ മാച്ച് ഈ വീക്കില്ല. കാരണം ഓൾറെഡി ടോപ്പ് 8 എടുത്തു കഴിഞ്ഞാൽ മേജർ ടീംസ് എല്ലാം ക്വാളിഫൈ ആയി. ക്വാളിഫൈ ആവേണ്ട 2 ടീമാണ് ക്വാളിഫൈ ആവാണ്ട് ഈ റൗണ്ടിലോട്ട് വന്നേക്കണം. ആകുമ്പോൾ 2 വേറെ മാച്ചസ് ഉണ്ട് ചാമ്പ്യൻസ് ലീഗ് എടുത്തു കഴിഞ്ഞാൽ. സോ അതിലോട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിനു മുമ്പ് ഒരു സ്റ്റാർട്ടപ്പ് പോലെ ലാലിഗ ടൈറ്റിൽ റേസ് എന്താ പറയാനുള്ളത്? ബാർസിലോണക്ക് വേണ്ടത് തന്നെ സംഭവിച്ചു. റയലും അത്ലറ്റിക്കോയും കളിയിലും എന്താ പറയാ, ജയിച്ചത് ബാഴ്സലോണയാണ്. ഫസ്റ്റ് എനിക്ക് ഡ്രോ ആവണമെന്ന് തന്നെ നമുക്ക് ഡ്രോ ചെയ്യാനുള്ള പോയിന്റ് ഉള്ളൂ. ഒന്നല്ലേ അവിടെ 3 കയറും, ഇവിടെ 3 കയറും. പക്ഷെ കറക്റ്റ് ഒന്ന് വീതിച്ചു കൊടുത്ത് ഡ്രോ ആയിട്ടുണ്ട്. അപ്പൊ പോയിന്റില് ഒരു വ്യത്യാസം അത്ലറ്റിക്കോ തമ്മിൽ റയൽ തമ്മിൽ ഒരു വ്യത്യാസം, 1 പോയിന്റ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ കൂട്ടി തന്നെ ഇനി ബാഴ്സ റയലും വരുന്നുണ്ട്. ആ ഒരു അത്ലറ്റിക്കോയും ബാഴ്സയും പിന്നെ അത്ലറ്റിക്കോ ബിൽബാവോ റയലും ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പൊ അവ 2 കളി ഒന്ന് പോയിന്റ് മാറി കിട്ടി കഴിഞ്ഞാൽ ടൈറ്റിൽ റേസ് വിൽ ബി പൊളി. മുടിവെട്ട റെഡി ആയിക്കോ. പക്ഷെ റയലും അത്ലറ്റിക്കോയും തമ്മിലുള്ള കളി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കേസ് അത് പെനാൽറ്റി ആയിരുന്നില്ല. എടാ എറി പോകാനല്ല. കാരണം എന്താ പറയാ, അത്ലറ്റിക്കോടെ അറ്റാക്കർ ചെയ്താൽ നീ ഓർക്കണില്ല. പുള്ളിക്കാരൻ ജസ്റ്റ് പോണാണ്. ചൗമിനി ആളെ കണ്ടിട്ടും കൂടിയില്ല. ചൗമിനി പറഞ്ഞതുപോലെ കാലിങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ. പ്ലെയറിനെ പോലും നോക്കിയിട്ടില്ല. പ്ലെയർ എവിടെയാണെന്ന് പോലും ചൗമിനിക്ക് അറിഞ്ഞൂടാ. വെറുതെയാണ് ആ പെനാൽറ്റി കൊടുത്ത്. ഒരിക്കലും ഡിസേർവിംഗ് ആയിട്ടുള്ള പെനാൽറ്റി ആയിരുന്നില്ല. ഇപ്പൊ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാക്കുന്ന സംഭവം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റീൽസ് ഇട്ടാലും വാറിന് മുമ്പായിരുന്നു റയൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ച് 3 അടുപ്പിച്ചടിച്ച്. വാറ് വന്ന് പിന്നെ അടിച്ചിട്ടില്ല. നിങ്ങൾ 12 ഒരാഴ്ച കളിച്ചുകൊണ്ട് എടുത്തേക്കണേ. ഈ പറഞ്ഞ ടീമുകളൊക്കെ പിന്നെ ഞാൻ പറയാനുള്ള ഞാൻ കളി കണ്ടൊരു പോസ്റ്റ് കണ്ട്. പിന്നെ റയലിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ഒറ്റ പെനാൽറ്റി ചെയ്തത്. റയലിന് കൺസൈഡ് വന്നതിന് വലിയ എത്ര 10 കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം പോയിട്ടുള്ളൂ. റയലിന് കിട്ടാണ്ട് വെക്കണ എത്ര പെനാൽറ്റി സീസൺ ഉണ്ട് റയലിന് എതിരെ കൊടുത്തേക്കണം. അത് പിന്നെ നീ കണ്ടത് 10 അത് വെറുതെയാണ്. അത് വെറുതെ എഡിറ്റഡ് പേജ് ആണ്. എനിവേസ്, അല്ല ഈ പറഞ്ഞ പോലെ ഞങ്ങള് ഹാഫ് സ്കോർ പോലും ഇല്ല. അത് പെനാൽറ്റി ഒന്നുമല്ല. അത് എന്തുകൊണ്ട് പെനാൽറ്റി അല്ല? ഫുട്ബോൾ കളി വേണ്ടി എതിരെ പൊട്ടനെ മനസ്സിലാവും. അത് പെനാൽറ്റി അല്ലാന്ന്. അതിനെ കുറിച്ച് അറിയാൻ എനിക്ക് താല്പര്യമില്ല ഈ പറഞ്ഞതുപോലെ. പിന്നെ അത്ലറ്റിക്കോ ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡായിട്ട് ഇറങ്ങിയത്. റയൽ മാഡ്രിഡ് എടുത്തു കഴിഞ്ഞാൽ ആരുണ്ടായി? ബാക്കിൽ ആരായിരുന്നു? പിള്ളേരെ വെച്ച് ഇറങ്ങിയത് ഈ പറഞ്ഞതുപോലെ. ബാക്ക് ആരും ആ മാച്ച് എടുത്തു കഴിഞ്ഞാൽ റയൽ സെക്കൻഡ് ഹാഫിൽ അത്രയ്ക്ക് കിടിലായിട്ടാ കളിച്ചത്. എത്ര ചാൻസ് ക്രിയേറ്റ് ചെയ്ത്, എത്ര അടി അടിച്ച്. പക്ഷെ അത്ലറ്റിക്കോയുടെ ഡിഫൻസ് സ്റ്റേബിൾ ആയിട്ട് തന്നെ നിന്ന്. അത്ലറ്റിക്കോ കളിച്ചില്ലാന്നല്ല പറയണം. അത്ലറ്റിക്കോ കളിക്കുന്നുണ്ട്. അത് സീസൺ പോണത്തോളം നമുക്ക് നോക്കാം. റയലാണ് അത്ലറ്റിക്കോ ബാഴ്സയാണ്. ടൈറ്റിൽ റേസിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മിനിയാന്ന് സിമിയോണി പറഞ്ഞൊരു കേസ് ഉണ്ട്. സിമിയോനോട്ട് ചോദിച്ച് ബെസ്റ്റ് ടീമിൽ ലാലിഗ ഏതാണെന്ന്. സിമിയോണി പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയോ? ബാഴ്സലോണ എന്നാണ്. ബാഴ്സലോണ ഇസ് ദ ബെസ്റ്റ് ടീമിൽ ലാലിഗ എന്നാണ് സിമിയോണി പറഞ്ഞത്. അത് നിന്റെ അടിസ്ഥാനത്തിലാണ് നീ പറഞ്ഞ പോലെ. കാരണം ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഫ്ലിക്ക് വന്ന പിന്നെ ഇത്രയും വലിയ എഫക്ട് ഉണ്ടാവും. പോയിന്റ് ടേബിൾ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് സാവിനേക്കാളും പോയിന്റ് കുറവാണ് ഫ്ലിക്ക് എന്ന്. പക്ഷെ ഇപ്പൊ എടുത്ത് നോക്കി കഴിഞ്ഞാൽ യെസ് മീ. പക്ഷെ പോയിന്റ് ടേബിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 3 ടീം ഒപ്പത്തിനൊപ്പം നിൽക്കണം. പക്ഷെ എന്നാൽ പോലും ബാഴ്സലോണ എന്താ പറയാ, സീസൺ കഴിയട്ടെ. ഞാൻ പറഞ്ഞു ഇപ്പൊ ബാഴ്സക്ക് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പകുതി മാച്ച് കഴിഞ്ഞപ്പോൾ ബാഴ്സക്ക് 38 പോയിന്റ് ഉണ്ടായുള്ളൂ. പക്ഷെ ആ ടൈമിൽ സാവിക്ക് 40 സംതിങ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പൊ ഫ്ലിക്ക് വിരമിച്ചാലും 1 ഓഫ് ദ ബെസ്റ്റ് കോച്ചായിരുന്നു. സ്റ്റിൽ ഇപ്പൊ തന്നെ 10 കളി കൂടുതൽ 4 ഗോളിന് കൂടുതൽ ജയിച്ചിട്ടുണ്ട്. 4-5 കളി 5 ഗോളിന് കൂടുതൽ ജയിച്ചിട്ടുണ്ട്. അമ്മാര് ഗോളാണ് അടിച്ച് കയറ്റുന്നത്. ചെറിയ ടീം പിന്നെ വലൻസിയക്കാരനാ 7 ഇന്നലെ സെവിയക്ക് 4 ചെറിയ ടീം ബയറിന് 4
മറ്റേ സാധനം ബയനെയും റയലിനെയൊക്കെ ഇവർ ചെറുതാക്കിയപ്പാ. മറ്റേ കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞ പോലെ കടം വീട്ടി തുടങ്ങിയിട്ടുണ്ട് ബാഴ്സ. ഇനി കിട്ടേണ്ടത് ലിവർപൂളിലാണ്. 4 ആള് കൂടുമ്പോ കിട്ടണം ലിവർപൂളില്. അതിപ്പോ കിട്ടും തോന്നുന്നുണ്ട്. കിട്ടും നോക്കാം. ഇല്ല അവര് വരില്ലല്ലോ അടുത്ത റൗണ്ടില് ലിവർപൂൾ വരില്ല. അതും കഴിയണ്ടേ? അല്ല ഇപ്പൊ ലിവർപൂൾ എന്നൊക്കെ പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഒന്നല്ല പട്ടി കുറച്ചു തുടങ്ങിയത്. ആ കൊരെന്തോരം നാളെ നിലനിൽക്കും നമുക്കറിയാലോ. പട്ടി വെച്ചു ആരെ കുറയ്ക്കുക. ഓരോ ക്ലാസ്സിക്ക് മുമ്പ് ആരെ കുറക്കുന്നത് അറിയാറ് ഇവരല്ലേ. ഒടുക്കോ നീ തന്നെയാ. ഞങ്ങളൊന്നും പറയാറില്ല. വീട്ടി ആനാചനൊക്കെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ആ കടവുമ്പോ വീട്ടണം. എത്ര വർഷങ്ങൾക്ക് ശേഷം വീട്ടുന്ന അതെ പലിശ സഹിതം 2 കളിയില് തോച്ചില്ലാണ്ട് കപ്പൊന്നും മുക്കിയില്ലല്ലോ. കപ്പ് മുക്കിയായിരുന്നല്ല. അതിനകത്തോട് ഞാൻ ഇനി വലിച്ചാരി പറയണില്ല. നമുക്ക് കറന്റ് അഫയേഴ്സിലോട്ട് വരാം. റയൽ ആൻഡ് സിറ്റി. മാൻ സിറ്റി. ഇപ്പോ റയൽ ആൻഡ് മാൻ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത റൗണ്ടിൽ വന്നെയാണെങ്കിൽ കാണാതെ പറഞ്ഞു കണ്ടു. കറക്റ്റ് ആയിട്ട് അവര് രണ്ടുപേരും തമ്മിൽ വന്നു. ഇത് എന്താ പറയാ UEFA കരുതി കൂട്ടിയിട്ടൊരു ഫിക്സർ ആണോ? അങ്ങനെയൊക്കെ ചോദിച്ചെന്ന് പറയാ. അത് അങ്ങനെ പറയാം. ഞങ്ങളല്ല ആദ്യം ഇതിന് UFAക്കെതിരെ പറയണ്ടത്. കാരണം കഴിഞ്ഞൊരു 4-5 സീസൺ എടുക്കുകയാണെങ്കിൽ അതിൽ 4 സീസണിലും ബയറിന് കിട്ടി. സിറ്റി റയൽ മാഡ്രിഡ് അത്രാവശ്യം വന്നിട്ടുണ്ട്. പത്ര ആലോചിച്ചാ പോലെ കരുതി കൂട്ടിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ബോട്ടത്തിൽ പോയിട്ട് സിറ്റി നിൽക്കും. അല്ലെങ്കിൽ അങ്ങനെയല്ല, അതല്ല ബോട്ടത്തിൽ പോയി നിക്കണല്ല, പോള് വന്നത്. അതാണ് എന്റെ ചോദ്യം. നമുക്കിപ്പോ കോൺട്രവേഴ്സിയിലോട്ട് പോകാൻ നിൽക്കണ്ട. സിമ്പിൾ ആയിട്ട് മാച്ച് ഡീറ്റെയിൽസിലോട്ട് പോവാം. റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി, the two biggest clubs in Europe, the two biggest teams with the biggest bench strength. ഏറ്റവും വലിയ ടീമുള്ള, ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള ടീമാണ് ലോകത്തിൽ തന്നെ സിറ്റിയും റയൽ മാഡ്രിഡും. ഏറ്റവും വലിയ കറന്റ് സൂപ്പർ സ്റ്റാർസ് കളിക്കുന്ന 2 ടീമുകൾ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ്. എല്ലാവരും ഇത് ഫൈനൽ അല്ലെങ്കിൽ സെമി ഫൈനൽ അങ്ങനെ കാണേണ്ട മാച്ചാണ്. ഇന്നിപ്പോ എന്താ പറയാ പ്രീ ക്വാർട്ടർ ആയിട്ട് കാണുന്നത്. റൗണ്ട് ഓഫ് 16 അല്ല, അതിന് മുമ്പാണ്. അടുത്തതാണ് റൗണ്ട് ഓഫ് 16. ഇത് റൗണ്ട് ഓഫ് 32. റൗണ്ട് ഓഫ് 16 മുമ്പുള്ള റൗണ്ട് ഓഫ് 16 ഇങ്ങനെ പറയാം, പുതിയ ഫോർമാറ്റ് ആയതുകൊണ്ട്. ഇതിനകത്തിപ്പോ ഞാൻ ആദ്യം പറയാനുള്ള കാരണം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ റയലിനെങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ഫാൻസ് തന്നെ പറയും ഞാൻ പറഞ്ഞോണ്ട് ഇനി തോക്കണ, ഞാൻ പറഞ്ഞോണ്ട് തന്നെ ഇതായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജേഴ്സി ഇട്ടിരിക്കണില്ലേ. എനിക്കും റയൽ മാഡ്രിഡ് തുടങ്ങിയാണെങ്കിൽ സിറ്റി ആയത് കാരണം എനിക്ക് ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. കാരണം വലിയ ഫോമിലല്ല, ബട്ട് സ്റ്റിൽ ഡിഫൻസ് 2 ടീമിൻ്റെയും കുറച്ച് ശോകമാണ്. കാരണം റയലിൻ്റെ മെയിൻ ഡിഫൻഡേഴ്സ് ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നത് അസെൻസിയോയും ഷോമേനിയുമായിരിക്കും CB കളിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് റയൽ മാഡ്രിഡിനും ഡിഫൻസ് വൈസ് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഓഫ് കോഴ്സ് മാഞ്ചസ്റ്റർ സിറ്റിക്കായാലും ഡിഫൻസ് വൈസ് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ബട്ട് അറ്റാക്കിങ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് റയൽ മാഡ്രിഡ് ആയിരിക്കും ബെറ്റർ. സോ വിനീഷ്യസ് ചാൻസസ് പറയുകയാണെങ്കിൽ ഒരു 2-3 അല്ലെങ്കിൽ 1-3. പറഞ്ഞോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഉത്തരം. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. 2 ടീമും ഈ പറഞ്ഞ പോലെ നല്ല ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട്. രണ്ടുപേരും അവരുടെ പ്രൈം ഫോമിലേക്ക് ഉള്ള കളിയല്ലേ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് 2 ടീമാണെങ്കിലും. സിറ്റി ആണെങ്കിൽ ഇപ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് സീസൺ ആയിരിക്കും അവരുടെ ഹിസ്റ്ററി അണ്ടർ പെപ്പ്. അപ്പോൾ പെപ്പിന് ഒരു ബാധ്യതയും കൂടിയുണ്ട്, തെളിയിക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. സ്വാഭാവികമായിട്ടും സിറ്റി റയൽ ആര് ജയിച്ചാലും ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഞങ്ങൾ അവിടെ ഫ്രണ്ടിലുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. 2015 ശേഷം ഇതുവരെ ഒരു സെമി കണ്ടിട്ടുണ്ടോ? കപ്പോക്കിയ 2015 ശേഷം എപ്പോഴാ ഒരു കപ്പ് ലാസ്റ്റ് ഡെക്കേഡാണ്. അതാ പറഞ്ഞേ. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ ഉണ്ടെന്നോ ആധികാരികമായിട്ട് പറയുമ്പോ തോന്നും ഞങ്ങൾ എല്ലാ കൊല്ലം അവിടെ ഉണ്ടാവാറുണ്ടെന്ന്. ഇപ്പം പറഞ്ഞ 2019 ഉണ്ടായിരുന്നു. അത് 2019 5 കൊല്ലം മുമ്പായിരുന്നു. ഇത്ര ആധികാരികമായി ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് പറയണം? റയൽ മാഡ്രിഡ് ആണെങ്കിൽ ഓക്കെ എല്ലാ കൊല്ലം അവിടെ ഉണ്ട്. ബാഴ്സലോണ എവിടെ ഇരുന്ന് ഇങ്ങനെ വന്നിട്ട് ഇറങ്ങിയാലേക്കും, അതാണ് വിഷയം. അപ്പോൾ എന്താണ് നമുക്ക് കണ്ടറിയാം. ഇപ്പൊ 2 പേരും സപ്പോർട്ട് ചെയ്യാം, 2 പേരും സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക, കുഴപ്പമില്ല. എനിക്കൊന്നും ഡ്രോ ആവുമെന്നാണ് തോന്നുന്നത്.
ഈ ഫസ്റ്റിലേക്ക് ഇരിക്കട്ടെ 2-2. രണ്ട് ടീം എടുത്ത് നോക്കുകയാണെങ്കിൽ ഷോക്കാണ്. സിറ്റി ആഴ്സണലായിട്ട് 5-1 തോറ്റു. പിന്നെ PSG ആയിട്ട് ചാമ്പ്യൻസ് ലീഗിൽ 4-2 തോറ്റു. റയൽ എടുത്താലും ബാഴ്സയായിട്ട് 5-2 തോറ്റ്. അത്ലറ്റിക്കോ ആയിട്ട് ഡ്രോയാ പിടിച്ചേക്കുന്നത്. അപ്പൊ രണ്ടും 1-1 മെച്ചമായിട്ട് ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഫൈനലിന് ശേഷം PSG റയലും വന്നിട്ട് റയലും ജയിച്ചത്. അതുകൊണ്ടും പിന്നെ പെപ്പായോണ്ടും അല്ലെങ്കിൽ ഞാൻ സിറ്റിയെ പറയുള്ളൂ. പക്ഷെ സിറ്റി ആയിക്കാനാണ് ചാൻസ് കൂടുതൽ. രണ്ട് ടീമിൽ ആർക്കൊക്കെ പരിക്കുള്ള എങ്ങനെ കളിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? റൂഡിഗർ റയലിന്റെ ബാക്ക് എല്ലാരും ഭരിക്കണം. മെൻഡി ഇല്ല, റൂഡിഗർ ഇല്ല, ഡേവിഡ് ആലബി ഇല്ല, ലൂക്കസ് വാസ്കസ് അത്ലറ്റിക്കോടെ മെഡ്രിഡിനുള്ള മാച്ചിന് ശേഷം പരിക്കായി എന്ന് പറഞ്ഞാൽ 4 ബാക്ക് 4 ബാക്കും ഇല്ല. അപ്പൊ കുറെ നാളായിട്ടില്ലാത്തില്ലേ? അലാപ കുറെ നാട്ടില്ല. അത് പരിക്കോറി പിന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ ലൂക്കസ് വാസ്കസും കൂടി പോയി. അപ്പൊ റൈറ്റ് RB കളിക്കാനും ആരുമില്ല. റയലിനപ്പൊ അവിടെ പണിയിട്ടിരിക്കുന്നത്. സിറ്റി എടുത്തു കഴിഞ്ഞാലും പ്ലേയേഴ്സ് എല്ലാം ഓക്കെയാണ് ഇപ്പോൾ. പക്ഷെ ടീം സെറ്റ് അല്ല. ഇഞ്ചറിമാരെ എല്ലാവരും വന്നിട്ടുണ്ട് സിറ്റിയിൽ. പിന്നെ റയൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കളിച്ച ബിഗ് മാച്ചസിൽ അണ്ടർ പെർഫോമിംഗ് ആണ്. സോ കമ്പയറിംഗ് ടു ദോസ് ടീംസ് സിറ്റിയാണ് ഞാൻ ജയിക്കുന്നത് പറയുന്നത്. സ്കോർ 4-2 ഫസ്റ്റിലേക്കല്ല ടോട്ടൽ. ഓക്കെ റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി. ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ് ഡിഫൻസ് വൈസ് രണ്ട് ടീമും വീക്കാണെന്ന്. ഇവിടെ ഡിഫൻസ് വൈസ് രണ്ട് ടീമും വീക്കാണെന്ന് പറയുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിന്റെ ബാക്ക് 4 ഇല്ല, LB ഇല്ല, RB ഇല്ല, പ്രോപ്പർ 2 CB ഇല്ല. സോ അതിൻ്റെതായ പ്രശ്നങ്ങൾ എന്തായാലും ഗ്രൗണ്ടിൽ കാണും. അതേസമയം സിറ്റി എടുത്തു കഴിഞ്ഞാൽ ഈ ജാനുവരിയിൽ റീഇൻഫോർമെൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഗോഡിയോള ആണെങ്കിലും നാത്തനാക്കി ആണെങ്കിലും ഇവരെല്ലാം ടീമിലോട്ട് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്നും കൂടി സിറ്റി എന്താണെന്ന് ഫോം അപ്പ് ആയി വന്നിട്ടുണ്ട്, വേണമെങ്കിൽ അങ്ങനെ പറയാം. സോ കമ്പാരിറ്റീവ്ലി ഇഞ്ചറി വൈസും എന്താ പറയുക ആ ഒരു ക്രൈസിസ് ഉള്ള ടീം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റയലിന് തന്നെയാണ് ക്രൈസിസും ഇഞ്ചറി സിറ്റുവേഷൻസ് കൂടുതൽ സിറ്റീനേക്കാളും. പക്ഷേ ഈ രണ്ട് ടീമിൽ ഏത് ടീമാണ് ഒന്നും കൂടി ഫോമിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റയൽ മാഡ്രിഡ് ആയിരിക്കും. ഒബിയസ്ലി ഈ രണ്ട് ടീമും വർഷങ്ങൾക്കിടയിൽ ഏറ്റവും മോശം ഫോമിലാണ് ഈ സീസണിൽ നിൽക്കുന്നത്. പക്ഷെ എന്നാൽ പോലും റയൽ കമ്പാരിറ്റീവ്ലി അത്ര താഴ്ന്നൊന്നും പോയിട്ടില്ല. എത്ര നാളെ ലാലിഗയിൽ 1 പോയിന്റാണെങ്കിലും ഫ്രണ്ടിൽ തന്നെയാണ്. പക്ഷേ സിറ്റി ടോപ്പ് 4 പോലും ഇല്ല. സിറ്റീനെ സംബന്ധിച്ചും പെപ്പിനെ സംബന്ധിച്ചും അത്രയ്ക്കും വലിയൊരു പരാജയം തന്നെയാണ് അൺഡൗട്ടഡ്ലി. ഇതിനകത്തുള്ള മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ റയലിൻ്റെ ഡിഫൻസ് എടുത്താണ് സിറ്റിയുടെ ഡിഫൻസ് ആയാലും മോശമാണ്. പക്ഷേ അറ്റാക്കിംഗ് വൈസിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിറ്റിക്ക് നിങ്ങൾക്ക് ഒരു ഫോർമിഡബിൾ എന്താ പറയുക ഇപ്പോൾ റയലിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 അറ്റാക്സിന് വേണമെങ്കിൽ സൂപ്പറായിട്ട് പറയാൻ പറ്റും. വിനിഷ്യസ് ആയിക്കോട്ടെ, റോഡ്രിഗോ ആയിക്കോട്ടെ, എംബാപ്പെ ആയിക്കോട്ടെ, ഈ 3 പേര് സെറ്റായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. സിറ്റിയിൽ അതേപോലെ ഒരു ബിഗ് മാച്ചിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാക്കർ പ്ലെയർ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഹാളഞ്ചിന്റെ ബിഗ് മാച്ചിൽ കാണൂല, ഹാളഞ്ചിന് എന്തായാലും കാണൂല, ജെർമി ഡോക്കും ഇല്ല, ഗ്രേലിഷ് ഫോം ഔട്ടായിട്ട് കുറേ നാളായി. പിന്നെ മർമൂഷ് കളിക്കണം. അതുകൊണ്ട് തന്നെ അറ്റാക്കിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ റയലിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെയുള്ള റയലിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വിൻഷ്യസിനെ പൂട്ടി കണ്ടേക്കണം ഒറ്റ കളിക്കാരനെ ഞാൻ കണ്ടിട്ടുള്ളൂ. കൈൽവാക്കർ ഇല്ല. വിൻഷ്യസിനെ ആര് പൂട്ടും എനിക്ക് അറിഞ്ഞൂടാ സിറ്റിയിൽ ആർക്കെങ്കിലും പറ്റുമെന്ന്. അത് പറയാണ്ട് എംബാപ്പയും കൂടി ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും വർണ്ണിക്കണല്ല, ബാഴ്സലോണക്ക് 5-2 റയലിനെ കൊട്ടാന്നുണ്ടെങ്കിൽ സിറ്റിക്ക് കൊട്ടിക്കൂടെ? റയൽ ഇത്ര ഫോമിലൊന്നും ഈ സീസൺ ഈ പറഞ്ഞ പോലെ അത്ലറ്റിക്കോ മെഡ്രിഡ് 1-1 ഈ പറഞ്ഞ എല്ലാ അറ്റാക്കേഴ്സും ഉണ്ടായി. പക്ഷേ എന്തുകൊണ്ടും ഫുട്ബോൾ ഇസ് അൺപ്രഡിക്റ്റബിൾ സ്പോർട്ട്. പക്ഷേ എന്നാൽ പോലും ചാമ്പ്യൻസ് ലീഗാണ്, എനിക്ക് റയലിന് വിശ്വാസമുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ വിനിഷ്യസ് അല്ല, എംബാപ്പെ അല്ല, റോഡ്രിഗോ ഒരിക്കലും കളി മാറ്റാൻ പോകണം. അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞാൽ വിനിഷ്യസ് എംബാപ്പെ ഉള്ളതുകൊണ്ട് ഇത്രക്ക് അണ്ടർ റേറ്റഡ് ആയി പോയ പ്ലെയർ ഇപ്പോൾ ആ ടീമിൽ പറയില്ല. കാരണം റോഡ്രിഗോ അത്രക്ക് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. സത്യമായിട്ടും ക്ലച്ച് പ്ലെയറാണ് ആ ടീമിന്റെ. സത്യം പറഞ്ഞാൽ അവിടെ കളി വിനിഷ്യസിന് പകരം റോഡ്രിഗോനെ പിടിച്ച് ലെഫ്റ്റ് വിങ് ഇട്ടാൽ പോരെയെന്ന്. കാരണം അവനൊരു ലെഫ്റ്റ് വിങ് പ്ലെയർ ആണ്, പക്ഷെ റൈറ്റ് വിങ്ങിൽ ഇട്ടാണ്. പക്ഷെ എന്നാൽ പോലും കളിക്കുന്നുണ്ട്. പക്ഷെ റയലിന്റെ ഇപ്പോഴത്തെ മെയിൻ കൺസേൺ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കാരവഹാല് പോയപ്പോൾ അവിടെ ലൂക്കസ് വാസ്കസ് സ്റ്റെപ്പ് ഇൻ ചെയ്തു. ഇപ്പോൾ ലൂക്കസ് വാസ്കും കൂടി പോയി കഴിഞ്ഞാൽ അവിടെ ആരും ഇട്ടു. കമവിംഗിനെ RB ഇടാൻ പറ്റൂല. കമവിംഗ് LB കളിക്കുള്ളൂ. ഒറ്റ പ്ലെയർ ഓപ്ഷനേ ഉള്ളൂ, വാൽവർദേനെ മാത്രമേ ഇനി RB ഇടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു പ്ലെയറിനും പറ്റില്ല. പിന്നെ ഇപ്പോൾ സിറ്റി എടുത്താലും റയൽ എടുത്താലും നമ്മളെപ്പോഴും പറയണ കൺസേൺ എന്ന് പറയുമ്പോൾ ഇഞ്ചറി അതൊക്കെയാണ്. പക്ഷേ ഈ സിറ്റിയും റയലും മിസ് ചെയ്യണ 2 പ്ലെയേഴ്സ് ഉണ്ട്. സിറ്റി എടുത്തതിന് ഒബിയസ്ലി നമ്മൾ പറയും റോഡ്രി ഇല്ലാത്തതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് സിറ്റിക്ക് ഇത്രയും ഗതികേട്. ആർക്കൊരു ഡൗട്ടും ഇല്ല. എന്താ പറയാ, റോഡ്രി സീസൺ ഇല്ലാത്തതുകൊണ്ടാണ് റോഡ്രിയുടെ വാല്യൂ ആൾക്കാർക്ക് മനസ്സിലായത് ഈ സീസൺ കഴിഞ്ഞപ്പോഴാണ്. കാരണം റോഡ്രി ഇല്ലാത്തതിന്റെ കുറവാ ടീമിലേക്കാണ്. റയൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിച്ച റയൽ ഈ സീസൺ കത്തിക്കയറി നിൽക്കുമ്പോൾ എംബാപ്പെ കൂടി വന്നുകൊണ്ട്. പക്ഷേ
ടോണി ക്രൂസ് പോയതിന്റെ വിടവ് ഇതുവരെ ഒരു പ്ലെയറിനെ എത്താൻ പറ്റിയിട്ടില്ല. ക്രൂസിന്റെ കുറവാണ് റെയിലേക്ക് കാണുന്നത്. ഡിഫൻസ് വൈസ് ആയിക്കോട്ടെ, അറ്റാക്കിംഗ് വൈസ് ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോഴും റെയിലിൽ നടുക്കിയത് ബോൾ കളിപ്പിക്കാൻ ഒരു പ്ലെയർ ഇല്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അടിത്തറ, നട്ടിൽ 2 ടീമിന്റെ പോയി കഴിഞ്ഞു. സിറ്റിക്ക് റോഡറിയില്ല, ക്രൂസിനാണെങ്കിൽ റെയിലിനാണെങ്കിൽ ക്രൂസിന്റെ വിടവ് നികത്താനും പറ്റിയിട്ടില്ല. സോ ആ ഒരു മിസ്സിങ് ഈ ഫാക്ടറി കാണാൻ പറ്റും. മിഡ്ഫീൽഡിൽ ആര് ജയിക്കണോ അവരുടെ കളിയിൽ നിന്ന് കളിയിരിക്കുള്ളൂ. സിറ്റിക്കാണെങ്കിൽ ഇപ്പോൾ ഡിബ്രോയിൻ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഡിഫൻസീവ് വൈസ് സപ്പോർട്ട് എടുക്കാൻ ഒരു നല്ല CDM ഉണ്ടാ, അതൊരു ഡൗട്ടാണ്. പിന്നെ റയലിന്റെ ഫോർവേഡ് കണ്ടർ അറ്റാക്കിംഗ് പേസ് വന്നാൽ സിറ്റിക്ക് താങ്ങാൻ പറ്റുമോ, സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ, അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. റയലിനായിക്കോട്ടെ ഈ പറഞ്ഞ പോലെ പൊസിഷൻ കീപ്പ് ചെയ്ത് സിറ്റിക്കെതിരെ കളിക്കാൻ പറ്റും, അത് വേറൊരു ക്വസ്റ്റ്യൻ. ഡിബ്രോയിൻ ഉണ്ടെങ്കിൽ ഡിബ്രോയിൻ്റെ പാസസും കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് ഡിബ്രോയിനെ മാത്രം മാർക്ക് ചെയ്ത് കളിക്കാനായിട്ട് റയലിന് ഒരു പ്ലെയറിനെ ഉണ്ടാക്കാൻ പറ്റുമോ ഇന്നും? വാൽവർദെ ഇല്ല, വാൽവർദെ RB ആയിരിക്കും കളിക്കാൻ. കാരണം CDM ഈ പറഞ്ഞതുപോലെ ചൗമിനി ആണെങ്കിൽ CB ആയിരിക്കും കളിക്കുന്നത്. കമവിങ്ങനെ പിടിച്ച് CDM ഇട്ടാലും ഈ പറഞ്ഞതുപോലെ നോക്കണം അപ്പോൾ മിഡ്ഫീൽഡിൽ എങ്ങനെയായിരിക്കും. അപ്പോൾ ഓബിയസ്ലി ഈ പറഞ്ഞ പോലെ ഞാനിന്ന് നോക്കണമെങ്കിൽ ഡിബ്രോയിൻ്റെ കയ്യിലാണ് മാച്ച് ഇരിക്കണം. ഡിബ്രോയിനെ ഇറങ്ങണമെങ്കിൽ ഡിബ്രോയിനായിരിക്കും മാച്ച് തീരുമാനിക്കണം. പിന്നെ വാച്ച് ഔട്ട് ചെയ്യേണ്ട ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഉമർ മർമൂഷ് ആയിരിക്കും. പുതിയ പ്ലെയറാണ്, പക്ഷേ ഫോം എന്ന് പറഞ്ഞാൽ കാലക്കാൻ പ്ലെയറാണ്. റയലിലെ കേസെടുത്ത് ഞാൻ പറഞ്ഞു റോഡറി അല്ലെങ്കിൽ എംബാപ്പെ നമ്മളുള്ള വിനിഷ്യസിനേക്കാളും. സ്കോർ ലൈൻ ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു ഹൈ സ്കോറിംഗ് ഗോൾ മാച്ച് ആവാൻ സാധ്യതകളുണ്ട്. 4-2 ഫസ്റ്റിലേക്ക് തന്നെ റയൽ മാഡ്രിഡ് ജയിക്കുമെന്ന് ഞാൻ പറയണം. ഓക്കെ, പ്രഡിക്ഷൻ കിങ് ഇസ് ബാക്ക്. ഇനിയിപ്പോ കളി പോലും പറഞ്ഞാൽ എന്നെ കിട്ടാൻ ഇല്ല, ഒന്ന് പറഞ്ഞിട്ട് റയലിന്റെ കളി ഇരിക്കുന്ന ഫോർവേഡിന്റെയും സിറ്റിയുടെ കളി ഇരിക്കുന്ന മിഡിന്റെയും കയ്യിലാണ്. വേറെ മാച്ചസ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്പോർട്ടിംഗ് ഡോട്ട്മുണ്ട് നടക്കുന്നുണ്ട്. റൂബിൻ അമോറം പോയി പിന്നെ വേറെ മാച്ചസ് നടക്കുന്നുണ്ട്. റൂബിൻ അമോറം പോയി പിന്നെ സ്പോർട്ടിംഗ് ഡൗൺ ആയി. സ്പോർട്ടിംഗ് ഡോട്ട്മുണ്ട് ആണെങ്കിൽ പുതിയ കോച്ചിനെ ഇപ്പോൾ അപ്പോയിന്റ് ചെയ്ത്. സോ 2 ടീമും ഒന്ന് പൊന്തി വരാനുള്ള പിന്നെയുള്ള പ്രിപ്പറേഷനിലാണ്. പിന്നെ PSG റെസ്റ്റും ആണ്. PSG ജയിക്കുമായിരിക്കും പ്രതീക്ഷ. കാരണം ഡെമ്പലയുടെ കരിയർ ഇത് തന്നെ ഏറ്റവും ബെസ്റ്റ് ഫോമിലാണ്. ഹാട്രിക്. പിന്നെ ബയോന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പിന്നെ മിലാനും ഒന്നും കൂടി ടീം ഒന്നും കൂടി സ്ട്രെങ്തൻ ആക്കി. ഫെലിക്സ് പോയിട്ടാണെങ്കിലും ഫെലിക്സ് പറഞ്ഞ എനിക്ക് മിലാനിൽ നിന്നാ കൊള്ളാന്നുണ്ടെന്ന് ഒന്നും കൂടി. സോ ഈ പറഞ്ഞതുപോലെ പിന്നെ യുവന്റസിന്റെ കളിയുണ്ട്, അത് യുവന്റസ് ജയിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. സോ റൗണ്ട് 1 പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു ആസ് എ റയൽ മാഡ്രിഡ് ഫാൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിചാരിക്കരുത് റയൽ ജയിച്ചാലും തോറ്റാലും അവർ കളിക്കണ പോലെ ഇരിക്കും. അല്ലാണ്ട് ഞാൻ പിടിക്കണ പോലെ ഒന്നും അല്ല. അത് ഇങ്ങോട്ട് വെക്കിട്ടാറാവാനാണ് കണ്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നല്ല വിഷമൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ കമന്റ് ബോക്സ് വായിച്ച് അവൻ തന്നെ കരയാറുണ്ട്. ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ട് ഞാൻ പറയുന്നു, റയലിന്റെ അറ്റാക്കിന്റെ ഈ പറഞ്ഞ പോലെ ആഷിക്ക് പറഞ്ഞതുപോലെ സിറ്റിയുടെ മിഡിലായിരിക്കും കളിയിരിക്കണം. ഡിഫൻസ് വൈസ് നോക്കണ്ട, 2 ടീം ഓപ്പൺ അപ്പ് ആയിരിക്കും, ഇഷ്ടംപോലെ ചാൻസസ് ഉണ്ടാവും. അറ്റാക്കിംഗ് വൈസ് നല്ലൊരു എന്താ പറയുക എൻഡ്-ടു-എൻഡ് ഗെയിം ആയിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇനിയിപ്പോ പറയാനുള്ളത് ക്ലബ് ബ്രൂജും അറ്റ്ലാന്റയും. അത് 95% അറ്റ്ലാന്റ തന്നെ ജയിക്കുള്ളൂ. അറ്റ്ലാന്റ ഓൺ ഫോം ടീമാണ്. പിന്നെ എനിക്ക് തോന്നുന്ന ടൈറ്റിന്റെ മാച്ച് ആയിരിക്കും ഇത്. മൊണാക്കോയും ബെൻഫിക്ക രണ്ടും ഒരേ ലെവലിൽ വെച്ച ടീമാണ്. പറയാൻ പറ്റില്ല, ടൈറ്റാണ്. പക്ഷെ ബെൻഫിക്ക മൊണാക്കോയിൽ അറിയാവുന്ന നമ്മളെല്ലാം ഉണ്ടാവും. മൊണാക്കോയിൽ ഇപ്പൊ അങ്ങനെ ഫേമസ് പ്ലേയേഴ്സ് ഒന്നും ഇല്ല. ബെൻഫിക്കയില് ഡി ഒട്ടമെൻഡി. പിന്നെ വേറൊരു കേസ് ഉണ്ട് നമ്മൾ പറയാൻ പറ്റുക. റയലും ഈ പറഞ്ഞതുപോലെ സിറ്റി എടുത്തു കഴിഞ്ഞാൽ വേറൊരു ഫാക്ടർ ആകാൻ പോണത് എഡേഴ്സിനില്ല, സ്റ്റീഫൻ ഒർട്ടേഗയാണ്. അപ്പോൾ അതെന്തോ ഒരു ഇതാവും എന്നുള്ളതും കൂടി കണ്ടറിയണം. ഡിപ്പെൻഡന്റ് ആണോ ഇല്ലേ എന്നുള്ളത്, ആ ഒരു ഡിഫറൻസും കൂടി ഉണ്ട്. ഇനിയാക്കി പിന്നീട് ഇഷ്യൂ ആയിട്ട് എന്താ പറയണത്, ഇനിയാക്കി പിന്നെ പറക്കണില്ലല്ലോ. പക്ഷെ സ്നേഹ നമ്പർ 1 കളിയായിട്ട് ഇനിയാക്കി പിന്നെ ഇറക്കാനുള്ള എന്താ പറയാ സ്കോഡി പോലും ഇല്ലല്ലോ. അതിപ്പോ ചാൻസ് കൊടുക്കുന്നത് ഇത്ര നാള് സെസ്നി വന്നിട്ട് ഇത്ര നാള് ഇറക്കിയില്ല, ഫുൾ പെന്നായിരുന്നു. പിന്നെ സെസ്നി ഇറങ്ങിയിട്ട് പക്ഷെ പെന്നെ ഫോമിലായിട്ടും ഇവനും ഫോമില്ല. ഫോമറോയില് ഫസ്റ്റത്തെ കളി മാത്രമാണ് എന്തോ ചെറിയ മിസ്റ്റേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ കളിയും ഫോമാണ്, സീനില്ല. പക്ഷെ രണ്ടുപേരും ഇപ്പൊ കമ്പയർ ആണ് ഇനാക്കി പിന്നെയാണ് ഞാൻ ചോദിച്ചത്. പിന്നെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഫ്ലിക്കിന് ടീം മാനേജ് ചെയ്യാൻ അറിയാം. കുറെ പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. അതല്ലേ മറ്റേ ഹാട്രിക് അടിച്ച ഫെറാൻ ടോറസ്.
ബെഞ്ചിലല്ലേ ഇരിക്കണത്. ടോറസിനെ കളയാൻ വേണ്ടി ബെഞ്ചിലിരിക്കുന്ന വന്നിട്ട് വന്നിട്ട് ടോറസിനെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇപ്പൊ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അതാണ് ഫ്ലിക്കല്ല പിള്ളേരെ കളിപ്പിക്കാനും അറിയാം, നിപ്പിക്കാനും അറിയാം. ഇപ്പൊ നാളെ സ്കോർ ചെയ്യേണ്ടത് ഫെർമിൻ ലോപ്പസ് ഒക്കെ സ്കോർ കാർഡിലോട്ട് ഫെർമിൻ ലോപ്പസ് വരുന്നു, ഗോൾ അടിക്കുന്നു, റെഡ് കാർഡ് മേടിക്കുന്നു, പോകുന്നു. കുറെ പേര് പെർഫോം ചെയ്ത് വരുന്നുണ്ട് ഫ്ലിക്കിന്റെ അണ്ടറിൽ. വൈൻഡപ്പ് ചെയ്യാലോ, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റ് ബോക്സിൽ അറിയിക്കാം.